എക്സിക്യൂട്ടീവ് സിഡാൻ കാറ്റഗറി പുതിയൊരു ഡയമെൻഷൻ കൊണ്ടുവന്ന ചെക്ക് ബ്രാൻഡാണ് സ്കോഡ. സ്കോഡയുടെ സൂപ്പർബിലൂടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണെന്ന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു പ്രൈസ് കാറ്റഗറിയിൽ വെച്ച് മാക്സിമം വാല്യൂ ലഭിക്കുന്ന രീതിയിലാണ് സ്കോഡ സൂപ്പർബ് എന്ന ഫ്ലാഗ്ഷിപ്പ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കാർ ആൻഡ് ഡിമാൻഡിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 2016 സ്കോഡ സൂപ്പർബ് ആണ്. സ്കോഡ എന്നും ഒരു യുണീക്ക് ഒരു ഡിസൈൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കാറുകൾക്ക് കൊണ്ടുവന്നിരുന്നത്. ഇടയ്ക്ക് അതൊന്ന് മിസ്സായെങ്കിലും വീണ്ടും പുതിയ ഒക്ടാവിയയിലൂടെ നല്ലൊരു ഡിസൈൻ സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരാൻ സ്കോഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും അധികം റിഫ്ലക്റ്റ് ചെയ്ത് വേറൊരു മോഡലാണ് സൂപ്പർബിൽ വളരെയധികം എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കുറേ ഘടകങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഡിസൈൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ മുഖ്യമായിട്ട് വന്നിരിക്കുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനാണ്. ഹെഡ്ലൈറ്റ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ട്രയാങ്കുലർ ഷേപ്പും അതിന് കൊടുത്തിരിക്കുന്ന കട്ടിങ്സ് എല്ലാം തന്നെ വളരെ യുണീക്കാണ്, വളരെ എക്സ്പെരിമെൻ്റലുമാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ്, ക്രിസ്റ്റലും അടക്കമുള്ള ഫീച്ചേഴ്സും ആ ഒരു റിഫ്ലക്ഷനെല്ലാം തന്നെ മറ്റുള്ള കാർസിൽ ഇല്ലാത്ത തരത്തിലുള്ളൊരു എലമെൻറ്റ്സാണ്. പിന്നെ ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്ന 360 ലൈൻസും അതുപോലെ തന്നെ ക്യാരക്ടർ ലൈൻസും പിന്നെ അതുപോലെ സ്കേർട്ടിങ്സിന് കൊടുക്കുന്ന ഡിസൈനെല്ലാം തന്നെ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ള കാറുകൾക്ക് കാണാത്ത തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സിക്യൂട്ടീവ് സെഡാൻ സെഗ്മെൻറ്റിൽ ഒരു വളരെയധികം എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഡിസൈനാണ് സൂപ്പർബിന് വന്നിരിക്കുന്നത്. അത് വളരെയധികം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നിന്നിട്ടുമുണ്ട്. ആക്ച്വലി കാർ സൈസിൽ കൂടിയിട്ടുണ്ടെങ്കിലും കുറഞ്ഞതായി തോന്നുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ആക്ച്വലി കൊണ്ടുവന്നിരിക്കുന്നത്. 2 അലോയ് വീൽ ഡിസൈൻസ് ഉണ്ട്, 2 17 ഇഞ്ചാണ്. 2 വേരിയൻസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള അലോയ് വീൽ സ്റ്റൈലിനും എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. നല്ല കളേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സൂപ്പർബ് ആക്ച്വലി ഡിസൈൻ വൈസ് അല്ലെങ്കിൽ അട്രാക്ഷൻ വൈസിൽ നല്ലൊരു ഒരു പ്രോഡക്റ്റായിട്ടല്ല, നല്ല വാല്യൂ ഫോർ മണി പ്രോഡക്റ്റായിട്ടാണ് വരുന്നത്. ഇന്റീരിയർ വെച്ച് പറയുമ്പോൾ സൂപ്പർബിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്പേസാണ്. സാധാരണ നെക്സ്റ്റ് ലെവലിലുള്ള ഒരു സ്പേസും ലക്ഷറിയുമാണ് എപ്പോഴും സൂപ്പർബിൽ ഓഫർ ചെയ്യാറുള്ളത്. സാധാരണ കമ്പയർ ചെയ്യാറുള്ളതെല്ലാം തന്നെ ഇ ക്ലാസിൻ്റെ 5 സീരീസിൻ്റെ അത്രയുള്ളൊരു ലെഗ് സ്പേസും റൂമിനെസ്സാണ് സൂപ്പർബിൽ വരാറുണ്ടെന്ന് നമ്മൾ ക്ലെയിം ചെയ്യാറില്ല. അത് ശരിക്കും റിവീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പുതിയ സൂപ്പർബ് വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ ഡിസൈൻസ് ആവട്ടെ എല്ലാം തന്നെ വളരെ അട്രാക്റ്റീവാണ്, കംഫർട്ടബിളാണ്. റിയർ സീറ്റ് എസ്പെഷ്യലി കൂടുതൽ ആളുകളും ഷോഫർ ഡ്രിവൺ കാർ ആയതുകൊണ്ട് കൂടുതലും റിയർ സീറ്റ് ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് സൂപ്പർബിൻ്റെ ഡെവലപ്മെൻറ്റ്. അത് ശരിക്കും കാണാവുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഒരുപാട് സ്പേസ് ഉണ്ട്, നല്ല റൂമിനെസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോസ് ബട്ടൺ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ ഫ്രണ്ട് സീറ്റിന് റിയറിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ബട്ടൺസ് ഫ്രണ്ട് സീറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഷോഫർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഷോഫറിന് ഡിസ്റ്റർബ് ചെയ്യാതെ ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ സ്പേസ് ഓണറിന് ലഭിക്കുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ലക്ഷറി ഓറിയൻറ്റഡ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ബിൽഡും മെറ്റീരിയൽസ് എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇപ്പം ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെ എല്ലാം ലഭിക്കുന്നത്. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉണ്ട്. പിന്നെ എല്ലാം തന്നെ വളരെയധികം അപ്പ് മാർക്കറ്റായിട്ടുള്ള തരത്തിലുള്ള ടച്ച് ആൻഡ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഇൻറ്റീരിയറിലാണ് ഏറ്റവും അധികം പ്രോമിനൻസി കൊടുത്തിരിക്കുന്നത്. അതിന് കോംപ്ലിമെൻ്റ് ചെയ്യാവുന്നൊരു വലിയൊരു ബൂട്ട് സ്പേസ്, അത് നെക്സ്റ്റ് ലെവൽ എന്നല്ല, അതിനേക്കാളും ഒരു SUV-ൻ്റെ അത്രയും ഒരു മാസ് വോള്യൂം ഉള്ള ഒരു ബൂട്ട് സ്പേസ് ആയിട്ട് വേണം കരുതാൻ. കാരണം സ്കോഡ എന്നും നോച്ച് പാക്ക് കാർസാണ് കൊണ്ടുവരാറുള്ളത്. ആ നോച്ച് പാക്കിൻ്റെ സിസ്റ്റം കൊണ്ടുവരുന്നതുകൊണ്ട് നല്ലൊരു സ്പേസ് റിയറിൽ അല്ലെങ്കിൽ ബൂട്ടിൽ ലഭിക്കും എന്നുള്ളത് മറ്റൊരു അട്രാക്ഷനാണ്.
സ്കോഡ 2 പവർ ട്രെയിനാണ് പുതിയ സൂപ്പറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊന്ന് 2 ലിറ്റർ ഡീസലും ഒന്ന് 1.8 ലിറ്റർ പെട്രോളാണ്. ഡീസലിന് വരുന്ന 177 bhp പവറും അതുപോലെ തന്നെ 350 Nm ടോർക്കുമാണ്. പെട്രോൾ വരുമ്പം പവർ ഔട്ട്പുട്ട് 180 ആണ് രണ്ട് മോഡലും, അതായത് ഓട്ടോമാറ്റിക്കലും അതുപോലെ തന്നെ മാനുവൽ 2 വേർഷൻസാണ് ഗിയർ ബോക്സ് ലഭിക്കുന്നത്. പക്ഷേ ടോർക്കിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അതിൽ ഓട്ടോമാറ്റിക്കാണ് 250 Nm ടോർക്കും അതുപോലെ തന്നെ മാനുവലാണ് 300 Nm ടോർക്കും ലഭിക്കുന്നുണ്ട്. സോ ഈ ഒരു പവർ ഡിഫറൻസ് ആക്ച്വലി അത് ശരിക്കും ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പവർ ഡിഫറൻസ് വേണമെന്ന് പറയാം. കാരണം മാനുവൽ ഇഷ്ടപ്പെടുന്നവർ കൂടുതലും സ്വന്തം ഡ്രൈവ് ചെയ്യുന്നവർക്ക് അപ്പോൾ കൂടുതൽ ടോർക്ക് നമുക്ക് ഒരു ഹില്ലി റീജിയനിലോ അല്ലെങ്കിൽ ഓവർടേക്കിംഗ് മാനുവറിലെല്ലാം സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡീസൽ മോഡലാണ്. ഡീസലിൻ്റെ ഒരു പവർ പാക്ക് എന്ന് പറഞ്ഞാൽ പക്ക ഒരു ബെസ്റ്റ് പാക്ക് എന്ന് വേണം പറയാം. 177 HP 350 Nm ടോർക്ക് എന്നുള്ളൊരു കംപ്ലീറ്റ് ഒരു പാക്കായിട്ട് ലഭിക്കുന്നത്. അതിന് വന്നിരിക്കുന്ന DSG ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഒരു കാഴ്ചവെക്കുന്ന രീതിയിലുള്ള പവർ ട്രെയിനാണുള്ളത്. ഈ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പം ഒരുപാട് അഡ്വാൻറ്റേജ് ഡ്രൈവിംഗ് ആസ്പെക്റ്റിൽ വരുന്നുണ്ട്. അത് ഒന്ന് പറയുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ കൂടി ഒരുപാട് അണ്ടർസ്റ്റെയർ ഇല്ലാത്ത തരത്തിലുള്ളൊരു ടോർക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം ബെൻഡ് ചെയ്യുമ്പോൾ ഔട്ടർ വീലിൽ കൂടുതൽ ടോർക്ക് കൊടുക്കുകയും ഇന്നർ വീലിൽ ടോർക്ക് കുറയ്ക്കുകയും ചെയ്യുമ്പം വണ്ടി തെന്നാതെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണത്. സോ അത് നമുക്ക് ഒരു ഡ്രൈവിംഗ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ ട്യൂണിങ് ആവട്ടെ അത് കംഫർട്ടബിളാണ്. എന്നാൽ അത്യാവശ്യം നമ്മൾ സ്പോർട്ടി മോഡലിലും പോകുമ്പോൾ കുറേ കൂടെ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്ന രീതിയിൽ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രാക്ടിക്കൽ വശത്തിൽ വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബൂട്ട് സ്പേസ്, അതിൻ്റെ ഒരു ഓപ്പണിംഗ് സിസ്റ്റം നമ്മൾ കീ എല്ലാം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ ലഗേജസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഗ് ഒന്ന് വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ട്. പിന്നെ സ്കോഡ സൂപ്പർബിൽ എന്നും വന്നിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മൾ റോൾസ് റോയ്സിൽ കണ്ട പോലെ ഒരു അംബ്രല്ല ഡോറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതും ഇതിലും സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. പക്ഷേ ഇത്തവണ 2 അംബ്രല്ലാസ് 2 ഫ്രണ്ട് ഡോറിലും കൊടുത്തിട്ടുണ്ട്. സോ ഷോഫർ ഡ്രൈവൺ കാറാണ്ട് ഷോഫറിന് അംബ്രല്ല എടുത്തിട്ട് ബോസിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു സൗകര്യമാണ് അതിലൂടെ കാണിക്കുന്നത്. സോ ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ലക്ഷറി എന്ന് സ്കോഡ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതും അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് പുതിയ സൂപ്പർ വരുന്നത്. Have fun, drive safe. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.